മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ചാൽ CPM പിളരും ഉറപ്പാണ്. കേരളത്തിലുടനീളം ഒറ്റപ്പെട്ട ചെറു സംഘങ്ങൾ പിണറായിക്കെതിരെ ഇന്ന് സജീവവും ശക്തവുമാണ്. അങ്ങനെ വരുമ്പോൾ രണ്ട് ചേരി സ്വാഭാവികം. ഉറപ്പല്ലേ? കാര്യം മുതിർന്ന ആൾക്കാർ എത്ര പേരാ പുറത്ത് നിൽക്കും. ഒരു ചേരിയുടെ തലപ്പത്ത് പിണറായി വിജയൻ, മറുചേരി ആര് നയിക്കും? എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ നിന്ന് തന്നെ ശൈലജയെ പോലുള്ള ആരെങ്കിലും വരും. ശൈലജ പൊട്ടൻഷ്യൽ കണ്ടന്റർ ആയതുകൊണ്ടാണ് പിണറായി ശൈലജയെ വെട്ടി ഒതുക്കിയത്. പക്ഷെ പിണറായി എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ടെററാണ്, പേടിപ്പിച്ചു നിർത്തുക. ആരെയായാലും ഇപ്പൊ ഈ പാർട്ടിയിലെ ഉൾപാർട്ടി പ്രശ്നത്തെക്കുറിച്ച്, പാർട്ടിയിലെ ഈ തകർച്ചയെക്കുറിച്ച്, പാർട്ടിയിലെ മൂല്യച്യുതിയെക്കുറിച്ച്, പാർട്ടി അഴിമതിക്കാരുടെ പിടിയിലായതിനെക്കുറിച്ച് തുറന്നടിക്കുന്ന എത്ര നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പരിഗണന എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബവും മരുമോനും ഒക്കെ ആയിട്ട് ചുരുങ്ങുന്നു. ആദർശശുദ്ധിയുള്ള നേതാക്കന്മാരെ CPM പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പുതിയ പ്രശ്നം. നമസ്കാരം. ഇന്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. GK സുരേഷ് ബാബു, വെൽക്കം സർ. കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി നേതാവിൻ്റെ, CPMൻ്റെ ഉന്നതനായ ഒരു പാർട്ടി, എന്താ പറയുക, അദ്ദേഹത്തെ എങ്ങനെ വിശേഷിപ്പിക്കുകയെന്ന് എനിക്കറിയില്ല, അടിയുറച്ചൊരു കമ്മ്യൂണിസ്റ്റ് സഖാവ് CKP പത്മനാഭൻ, അദ്ദേഹം വളരെ വേദനയോടുകൂടി ഒരു ചാനലിന് മുന്നിൽ പറയുകയാണ്, പാർട്ടിയുടെ ഇന്നത്തെ ഈ അവസ്ഥയിൽ ഞാൻ സന്തോഷിക്കുന്നു. അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. താങ്കൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, എന്ത് തോന്നുന്നു? ഈ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ അപജയം, അതിൻ്റെ അധപ്പതനം എത്ര വരെ എത്തി എന്നതിൻ്റെ സൂചനയാണ് CKPയുടെ തുറന്നു പറച്ചിൽ. ഒരു കാലത്ത് കർഷക സംഘത്തിൻ്റെ സംസ്ഥാന നേതാവെന്ന നിലയിൽ ഈ സംശുദ്ധ രാഷ്ട്രീയം ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോയിരുന്ന ഒരാളായിരുന്നു CKP പത്മനാഭൻ. അദ്ദേഹത്തെ പാർട്ടിയിലെ ഉൾപാർട്ടി പ്രശ്നത്തിൻ്റെ പേരിലല്ലേ ഒതുക്കിയത്. അപ്പോൾ അദ്ദേഹം ഇന്നലെ ആ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പാർട്ടിയിൽ കറക്ഷൻ ഉണ്ടാവണം, കറക്ഷൻ താഴേക്കടയിലല്ല വേണ്ടത്, മുകളേക്കടയിലും വേണം. അപ്പോൾ ഈ CKP പത്മനാഭൻ ഉന്നയിക്കുന്ന മൂല്യച്യുതിയുടെ ആ പാരമ്യത്തിലേക്ക് ഇന്ന് CPM എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അദ്ദേഹത്തിനെതിരെ നിന്ന ഒരു നേതാവ്, അല്ലെങ്കിൽ ഏറ്റവും അദ്ദേഹം എതിർത്ത് പറയുന്നത് മുഖ്യമന്ത്രിയുടെ റൈറ്റ് ഹാൻഡിനെയാണ്. അതെ, മുഖ്യമന്ത്രിയുടെ റൈറ്റ് ഹാൻഡും പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിട്ടുള്ള P ശശിയാണ്. എന്താ ഈ ശശി വലിയൊരു പ്രശ്നക്കാരനാണ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, ശശിയുടെ പേരിൽ ആദ്യം ആരോപണം വരുന്നത് 2011 പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സമിതി അംഗമായിരുന്നിട്ട് പോലും മുഴുവൻ സംഭവങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി പുറത്താക്കേണ്ടി വന്നു പ്രാഥമിക അംഗത്തിൽ. പിന്നീട് പാർട്ടിയുടെ അന്വേഷണത്തിലും അല്ലാതെ കേസിലും ഒഴിവായിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. തിരികെ വന്നത് അതിശക്തമായൊരു തിരിച്ചുവരവാണ് ആണ്. അത് എപ്പോഴും ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ഈ പാർട്ടി നേതൃത്വത്തിലുള്ള ഒരാളിൻ്റെ പെറ്റായിട്ടുള്ള ഒരാളിനെ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. മാറ്റി നിർത്തിയാൽ അയാളെ ക്ലീൻ ചിറ്റ് കൊടുത്ത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഏറ്റവും അതിശക്തമായിട്ടായിരിക്കും വരുന്നത്. ഇന്നിപ്പം കേരളത്തിലെ CPMലെ ഏറ്റവും ശക്തരായ നേതാക്കളിലെ ഒരാൾ, അല്ലെങ്കിൽ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഒരാളെന്ന് പറയുന്നത് P ശശിയാണ്. മാറിയിട്ടുണ്ട്. പക്ഷെ P ശശി മാറുമ്പോഴും ഇത് എതിർ പാർട്ടിയിൽപ്പെട്ടവർക്കെതിരെയാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നതെന്നൊന്നും പറയില്ല. ഇത് പാർട്ടിക്ക് അകത്തുള്ള ആൾക്കാർ തന്നെയാണ് അവരെ വെട്ടി നിർത്തിയതിന്റെ കഥ പറയുന്നത്. അതൊരു രാഷ്ട്രീയ പ്രേരിതമായ ആക്ഷേപമായിട്ട് കാണേണ്ടതില്ല. രാഷ്ട്രീയ പ്രേരിതമല്ല, അത് ആത്മാർത്ഥത കൊണ്ടാണ് പറയുന്നത്. പാർട്ടി മാത്രമല്ല എന്നുള്ള ആഗ്രഹം, പാർട്ടി നന്നാകണം. അതെ. അപ്പൊ ഇതിപ്പോ ഇത് മാത്രമല്ല, ഇപ്പൊ ഈ പാർട്ടിയിലെ ഉൾപാർട്ടി പ്രശ്നത്തെക്കുറിച്ച്, പാർട്ടിയിലെ ഈ തകർച്ചയെക്കുറിച്ച്, പാർട്ടിയിലെ മൂല്യച്യുതിയെക്കുറിച്ച്, പാർട്ടി അഴിമതിക്കാരുടെ പിടിയിലായതിനെക്കുറിച്ച് തുറന്നടിക്കുന്ന എത്ര നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ VB ചെറിയാൻ മരിച്ചു. ചെറിയാൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഗംഭീരമായൊരു കഥയുണ്ട്. മറ്റേ ഒരു CPM നേതാവിനെതിരെ
ഒരു സ്ത്രീ പോയിട്ട് പാർട്ടിക്ക് പരാതി കൊടുത്തു, മറ്റേ അവരെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന്. അവസാനം പാർട്ടി അന്വേഷണ കമ്മീഷൻ നടത്തിയിട്ട് ഇവർക്ക് ഗർഭമില്ല എന്നാണ് അവർ റിപ്പോർട്ട് കൊടുത്താണ് നേതാവിനെ ഇതാക്കിയത്. അവർ പ്രസവിച്ചു എന്നുള്ള വേറെ കാര്യം. അപ്പൊ തമാശയുണ്ട്, പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി പ്രസവിച്ച സ്ത്രീ അതിനാണ് നടപടിയെന്ന്. അപ്പൊ ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോ ഷൊർണൂർ MLA-ക്കെതിരെയുള്ള ആരോപണം, ശശി, അതും ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാവ് കൊടുത്ത പരാതി, പരാതിക്കാർക്കെതിരെയാണ് നടപടി. ഇതായിരുന്നില്ല CPM. പിന്നെ ഈ തരത്തിലുള്ള സംഭവങ്ങൾ CPM-ൽ ഒരിക്കലും പുത്തിരിയായിരുന്നില്ല. എല്ലാ പാർട്ടിയിലും ചില ആൾക്കാരുടെ ചില പ്രശ്നങ്ങളാണ്. അതെ, അത് വ്യക്തിപരമായ ചില കാര്യങ്ങൾ, ചില ആൾക്കാരുടെ ഒളിവിലെ തെളിവുനാളങ്ങൾ, ഒളിവിലെ പിന്നെ ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ട് തോപ്പിൽ ബാസിയുടെ കമ്മ്യൂണിസ്റ്റ് അന്നത്തെ പുസ്തകം വന്നിട്ടുണ്ട്. അതിനകത്ത് പറയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി. ഇതിൽ ഇപ്പം നമ്മുടെ CKP-യുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശരിക്കും എന്താ സംഭവിച്ചത്? അദ്ദേഹത്തെ ആരാണ് ഒതുക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സത്യം? അന്ന് CKP-യുടെ കാര്യത്തിൽ അന്ന് ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന ഫണ്ട് 25 ലക്ഷം രൂപ കർഷക സംഘത്തിന്റെ പൈസ 25 ലക്ഷം രൂപ പേഴ്സണൽ അക്കൗണ്ടിൽ ഇട്ടു എന്നുള്ളതായിരുന്നു ആരോപണം. പക്ഷെ അത് സത്യമായിരുന്നില്ല. അത് പിന്നെ ആ പൈസ പിന്നീട് EP ജയരാജനും TP രാമകൃഷ്ണനാണ് ആ പൈസ വിഡ്രോ ചെയ്തത്. അപ്പൊ പേഴ്സണൽ അക്കൗണ്ടിലാണെങ്കിൽ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നുള്ളതാണ് ഈ CKP പത്മനാഭൻ പറയുന്ന വിശദീകരണം. CKP-യുടെ പ്രശ്നം CKP P ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചു എന്നുള്ളതായിരുന്നു. അതാണ് പ്രശ്നം. അതായിരുന്നു പ്രശ്നം, അല്ലാതെ ഫണ്ടായിരുന്നില്ല പ്രശ്നം. CKP-യുടെ പേരിൽ അല്ല, CKP ശശിയുടെ പേരിൽ ഉന്നയിച്ചിട്ടുള്ള ഒരാരോപണമല്ല, പല ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷെ അതൊക്കെ അന്ന് അന്വേഷിച്ചപ്പോൾ പാർട്ടിക്ക് ആ ആരോപണങ്ങൾ എല്ലാ ആരോപണങ്ങളും അന്വേഷിച്ചിട്ടില്ലല്ലോ. അന്വേഷിച്ചു, പക്ഷെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പാർട്ടിയുടേതായ ഒരു വേർഷൻ. ഏത് ആരോപണമാണ് അല്ലെങ്കിൽ അന്വേഷിച്ച് തെളിയിച്ചിട്ടുള്ളത്? PK ശ്രീമതിയും AK ബാലനും തീവ്രത ഇളക്കാൻ പോയതിനെ കുറിച്ച് മാധ്യമങ്ങളിൽ തന്നെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള സംഭവങ്ങൾ പാർട്ടിയുടെ ഒരു സൽപ്പേര് കാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രതിച്ഛായ തകരാതിരിക്കാൻ വേണ്ടി ഈ നേതാക്കന്മാർ സമ്മർദ്ദം ചെലുത്തുമ്പോൾ പലപ്പോഴും പരാതിക്കാർ പിൻവലിയും. എനിക്കിതിൽ മനസ്സിലാവാത്തൊരു കാര്യം, അദ്ദേഹത്തിന്റെ CKP-യുടെ കാര്യത്തിൽ നമുക്ക് ഒരു അഴിമതി ആരോപണമാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ തെളിയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഈവൻ ഒരു സ്ത്രീ വിഷയമായാൽ പോലും ചിലപ്പോൾ തെളിയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സ്വന്തം പേരിൽ കാശ് പാർക്ക് ചെയ്തു, അല്ലെങ്കിൽ സ്വന്തം അക്കൗണ്ടിലേക്ക് സംഘടനയുടെ പണം കൊണ്ടുപോയി അത് ഡ്രോ ചെയ്തു എന്നൊക്കെ പറയുന്നത് ഓക്കെ, ഒരു ആരോപണമായി വരുമ്പോൾ അതല്ല എന്ന് പ്രൂവ് ചെയ്യുക വളരെ എളുപ്പമാണ്. പക്ഷെ എന്നിട്ടും ഇത്തരം ബാലിശമായ ആരോപണങ്ങളുടെ പേരിൽ ഒരാളെ എന്താ പറയുക പുറത്താക്കണമെങ്കിൽ ഈ അണികൾ എല്ലാവരും വിഡ്ഢികളാണ് എന്നാണോ ഇവർ നേതാക്കന്മാർ കരുതിയിരിക്കുന്നത്? അല്ല, അതിന്റെ വ്യക്തമായ ഒരു വളരെ വ്യക്തമായ സൂചനയല്ലേ MV രാഘവന്റെ കാര്യത്തിലുണ്ടായത്. അദ്ദേഹം ഒരു ബദൽ രേഖ അവതരിപ്പിച്ചു. ബദൽ രേഖ അവതരിപ്പിക്കാൻ അന്ന് കൂടെ ഉണ്ടായിരുന്നത് EK നായനാർ അടക്കമുള്ള ആൾക്കാരാണ്. അദ്ദേഹം കൂടെ നിന്ന് പിൻവാങ്ങി. നടപടി വന്ന സമയത്ത് നായനാര് തള്ളി പറഞ്ഞു. ഇത് നിയമസഭയിൽ വന്നിരുന്നു ഒരിക്കലും. രാഘവൻ നായനാരോട് കൈ ചൂണ്ടിയിട്ട് ചോദിച്ചു. MV രാഘവൻ ചെയ്തത് MV രാഘവനെതിരെ നടപടി ഉണ്ടായത് ചെയ്തൊരു കാര്യത്തിനാണ്. അത് പബ്ലിക്കായിട്ട് അദ്ദേഹം ചെയ്ത പാർട്ടി ഫോറത്തിൽ ചെയ്തൊരു കാര്യമാണ്. അത് പാർട്ടിയുടെ അച്ചടക്ക സംവിധാനങ്ങൾക്ക് വിരുദ്ധമാണെന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പുറത്താക്കുന്നു. അത് സ്വാഭാവികം മനസ്സിലാക്കാം. പക്ഷേ ഇല്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ ഒരാളെ പുറത്താക്കുന്നതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ല, അതുണ്ട്. പക്ഷെ CPM-ല് ഉണ്ടായിട്ടുള്ള നടപടികൾ മുഴുവൻ ഇത്തരം ജനകീയ നേതാക്കൾക്കെതിരെയല്ലേ? അതായത് ശരിക്കും കുറ്റം ചെയ്യുന്നവർക്കെതിരെ ഒരു നടപടി ഉണ്ടാവുന്നില്ല. ഇപ്പൊ KR ഗൗരിയമ്മ, കേരം തെങ്ങും കേരള നാട്ടിൽ KR ഗൗരി മുഖ്യമന്ത്രി എന്നായിരുന്നു അന്ന് മുദ്രാവാക്യം. ജയിച്ചപ്പോ മാറിയെന്ന് മാത്രമല്ല, അന്നത്തെ സമ്മേളനത്തില് ഗൗരിയമ്മയെ ചോത്തി എന്ന് വിളിച്ചു. സ്റ്റേറ്റ് കമ്മിറ്റിയില് ഒരു CPM സംസ്ഥാന കമ്മിറ്റി അംഗം മരിച്ചുപോയോണ്ട് ഞാൻ പേര് പറയുന്നില്ല, പറയാൻ മടിയുണ്ടായിട്ടല്ല. പക്ഷെ അത് ഒരു പാർട്ടിയിലെ EMS നമ്പൂതിരിപ്പാടുമായി ബന്ധമുള്ള ആളായിരുന്നു വിളിച്ചത്. അത് നമ്മൾ ആലോചിക്കണം. ഗൗരിയമ്മയുടെ ഒരു ത്യാഗത്തിന്റെ ചരിത്രം ആലോചിക്കണം. ലാത്തിക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നുണ്ടെങ്കിൽ
ഞാൻ ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിക്കുമായിരുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത്രയധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങി. അത്രമാത്രം പീഡനം. ഗൗരിയമ്മയുടെ ധാർഷ്ട്യോ അല്ലെന്നുണ്ടെങ്കിൽ സ്വഭാവത്തിന്റെ പ്രത്യേകതയെ കുറിച്ചല്ല, പക്ഷെ അവരുടെ പാർട്ടിക്ക് വേണ്ടി സഫർ ചെയ്തു എന്ന് മാത്രമല്ല, സ്വന്തം കല്യാണം പോലെ അവർ വേണ്ടെന്ന് വെച്ചത് പാർട്ടിക്ക് വേണ്ടിയാണ്. അവരൊക്കെ അങ്ങനെ ത്യാഗം ചെയ്തവരൊക്കെ തിരസ്കരിക്കപ്പെടുന്നു. അത്ര പേര്, അപ്പക്കുട്ടൻ വള്ളിക്കുന്ന്, വി ചെറിയാൻ, ഇപ്പൊ കെ ചന്ദ്രപിള്ള ഇപ്പൊ ഉണ്ട്, കെ എൻ രവീന്ദ്രനാഥ് ഉണ്ട്, എം ലോറൻസ് ഉണ്ട്. ചന്ദ്രപിള്ളയൊക്കെ സംശുദ്ധമായ, രവീന്ദ്രനാഥൊക്കെ സംശുദ്ധമായ രാഷ്ട്രീയമല്ലേ എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് പറയുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നത്. കുറച്ച് ദിവസം മുന്നേ കോന്നി ഗോപകുമാറുമായിട്ട് ഇതേ പ്ലാറ്റ്ഫോമിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. അദ്ദേഹം CPM-ന്റെ മൂല്യച്യുതികളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം, പി ഗോവിന്ദപിള്ളയോട് പാർട്ടി കാണിച്ചിട്ട് അനീതി. ഒരു 3000 രൂപ എന്തോ പാർട്ടി ദേശാഭിമാനിക്ക് വേണ്ടിയിട്ട് ആരോ കൊടുത്തു. PG-യുടെ മറവി എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അദ്ദേഹം അത് അക്കൗണ്ടിൽ വരവ് വയ്ക്കാനോ എഴുതാനോ രേഖപ്പെടുത്താനോ എന്തോ വിട്ടുപോയി. പക്ഷേ ഈ കാശ് വകമാറ്റി എന്നുള്ള പേരിലാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. അദ്ദേഹം കണ്ണീരോട് കൂടി AK സെന്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ഓർത്തെടുത്ത് പറയുകയുണ്ടായി. ശരിക്കും ഇങ്ങനെയുള്ള നേതാക്കന്മാർക്ക് ഈ ഒരു ദുരവസ്ഥ വരുമ്പോൾ ശരിക്കും ഇത് ബാക്കിയുള്ള അണികൾ കാണുന്നില്ലേ? ഇന്ന് തെറ്റ് ചെയ്യാത്ത ഒരാൾ ശിക്ഷിക്കപ്പെട്ടെങ്കിൽ നാളെ എനിക്കും ഇതേ അവസ്ഥ വരില്ലേ? അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നില്ലേ CPM-ന്റെ അണികൾ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമല്ല. അതാണ് മാത്രമല്ല, CPM-ന്റെ അണികൾ ഇതിനോട്, പക്ഷെ എത്ര പേരെ ഇപ്പൊ പുറത്തു വന്നത്, എത്ര പേര് പുറത്തു വന്നു. നേരത്തെ ഒരു കാര്യം ആലോചിക്കണം, കേരളത്തിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ സെൻസിബിളായിട്ടുള്ള, ഏറ്റവും കൂടുതൽ വിവരമുള്ള നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM. ഇപ്പൊ ഭാരതീയ ചിന്തയെക്കുറിച്ച് എഴുതിയ കെ ദാമോദരൻ മുതൽ പി ഗോവിന്ദപിള്ള വരെ. പി ഗോവിന്ദപിള്ള ആഗമാനന്ദ സ്വാമിയുടെ ശിഷ്യനായിരുന്നു. പി പരമേശ്വർജിയും ആഗമാനന്ദ സ്വാമിയുടെ ശിഷ്യനായിരുന്നു. അല്ല, അവര് തമ്മിൽ രണ്ട് ചിന്താധാരകളാണ്. രണ്ട് ചിന്താധാര ആണെങ്കിൽ പോലും അവര് തമ്മിലുള്ള വ്യക്തിബന്ധം ഭയങ്കര ശക്തമായിരുന്നു. ആ ഒരു കാലത്ത് അത് ഉണ്ടായിരുന്നു. മണിക്കൂറുകളാണ് പി ഗോവിന്ദപിള്ള വന്ന് ഭാരതീയ വിചാരേന്ദ്രത്തിൽ സമയം സ്പെൻഡ് ചെയ്യുക. ഇന്ന് ആ ചിന്തകളൊന്നും ഇല്ല. ഇന്ന് ആ തരത്തിലുള്ള ഇന്ററാക്ഷൻ എവിടെ? പാർലമെന്ററി പൊളിറ്റിക്സ് മാത്രമാണ് താല്പര്യം. അല്ല, പാർലമെന്ററി പൊളിറ്റിക്സും അധികാരം, കറപ്ഷൻ. CPM ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. NM പിയേഴ്സൺ അടക്കമുള്ള ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നു, അല്ലെങ്കിൽ KM ഷാജഹാൻ പറയുന്നതിനകത്ത് വസ്തുതയുണ്ട്. സത്യത്തിൽ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരാളെ സൃഷ്ടിച്ചത് KM ഷാജഹാന്റെ ഒക്കെ പ്രവർത്തനമാണ്. അതുവരെ VS അച്യുതാനന്ദൻ ഇത്രയും പോപ്പുലർ ആയിരുന്നില്ല, വെട്ടുനിർത്തലിന്റെ ഉസ്താദായിരുന്നു. അദ്ദേഹം കാർക്കശ്യക്കാരനായിരുന്നു. കുറച്ചുകൂടെ ഒരു ലിബറലായി കുറച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നതിന്റെ ഒരു മതികെട്ടാൻ അടക്കമുള്ള KM ഷാജഹാൻ അടക്കമുള്ള ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജ് ആയിരുന്നു. പക്ഷെ ആ പ്രായത്തിൽ ഒരാള് രാത്രി കാട് കയറുക, അതെ, അത് ചെയ്തു. മാത്രമല്ല പല കാര്യങ്ങളിലും VS-ന് കുറച്ചുകൂടെ അഴിമതിക്കെതിരെയൊക്കെ അതിശക്തമായിട്ട് നിലപാടെടുക്കാൻ VS-ന് കഴിഞ്ഞിട്ടുണ്ട്. VS-ന്റെ ഒരു പ്രത്യേകത, VS പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ സംസാരിച്ചു. അത് ഒരു നിസ്സാര കാര്യമല്ല. ആ ഒരു ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് അതിന്റെ അങ്ങേയറ്റ തലത്തിൽ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. അല്ല, പക്ഷെ അദ്ദേഹത്തെ ചുരുട്ടി മൂലക്കിരുത്തിയിട്ടും ഒരു പ്രതികരണം ആ പാർട്ടിയിൽ നിന്നുണ്ടായില്ല. ഭയമാണോ എല്ലാവർക്കും? ഭയമാണെന്ന് CPM-ൽ ഏറ്റവും വലിയ പ്രശ്നം. ആ ഭയത്തിന് ഇപ്പം ലേശം കുറവ് വന്നിട്ടുണ്ടോ? അതെ, അതുകൊണ്ടാണല്ലോ ഇപ്പൊ കുറച്ചൊക്കെ തുറന്നടിക്കുന്നത്. ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പാർട്ടി ഫോറങ്ങളിൽ. അല്ല, അത് മാത്രമല്ല, ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഒരു പരിഗണന എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബവും മരുമോനും ഒക്കെ ആയിട്ട് ചുരുങ്ങുന്നു. കേരളത്തിന്റെ പൊതുകാര്യങ്ങളിൽ പോലും, പൊതു താല്പര്യമുള്ള പ്രശ്നങ്ങളിൽ പോലും പിണറായി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇന്റർഫിയറൻസ് അവിടെ ഉണ്ടാവുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നമൊക്കെ അതിരൂക്ഷമാണ്. അല്ല, ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ എത്രയോ ഉപദേഷ്ടാക്കന്മാരെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ തന്നെ കൂടുതലാണ്. ഇനിയും പുതുതായിട്ട് വരുന്നെന്ന് പറയുന്നത് കേട്ടു. ഇനിയും ഉപദേഷ്ടാവ്. പക്ഷെ ഈ മുഖ്യമന്ത്രി സെൻസിബിൾ ആയിട്ടല്ല പല കാര്യങ്ങളും വരുന്നത്. ഇപ്പൊ വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ചു. അതിന് ന്യായീകരണം പലതും പറയുന്നുണ്ട്. പക്ഷെ നേരത്തെ ഇതുവരെ ഇപ്പൊ KM ചന്ദ്രശേഖറും PS ശ്രീകുമാറും, ഉമ്മൻചാണ്ടിയുടെ സെക്രട്ടറി ആയിരുന്ന PS ശ്രീകുമാർ വർഷങ്ങളോളം സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ ആയിരുന്നു. അതെ. ശ്രീകുമാർ പറയുന്നത് കേട്ടുകഴിവ് പോലും ഇല്ല. കാര്യം GAD-യിലെ പൊതുഭരണ വകുപ്പിലെ പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സെക്ഷൻ ഓഫീസറോ അല്ലെങ്കിൽ ഒരു അണ്ടർ സെക്രട്ടറി, ആ ലെവലിന് അപ്പുറത്തേക്കുള്ള ഒരാളിന് ഈ വിദേശകാര്യ മന്ത്രാലയമായിട്ടുള്ള കോർഡിനേഷൻ കൊടുത്തിട്ടില്ല. ഇത് സെക്രട്ടറിക്ക് കൊടുക്കുമ്പോഴത്തേക്ക് സെക്രട്ടറി ലെവലിൽ ഒരു ഓഫീസർ
വിദേശകാര്യം ഇതിലേക്ക് വരികയാണ്. ഈ സംസ്ഥാന സർക്കാരിന്റെ വിദേശത്തുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. അത് സാങ്കേതികപരമായി തെറ്റോ ശരിയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ശരിക്കും എന്ത് കോർഡിനേഷൻ ആയിരിക്കും ഒരു സെക്രട്ടറി റാങ്കിൽ ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിക്കാൻ സംസ്ഥാന അല്ല, അങ്ങനെ ചീഫ് സെക്രട്ടറി റാങ്കിലല്ലേ വേണു രാജാമണിയെ ഡൽഹിയിൽ ഇരുത്തിയത്? എന്ത് ചെയ്തു, എന്ത് നടന്നു? പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. മാത്രമല്ല നെതർലാൻഡ്സിൽ പോയപ്പോൾ അവിടുത്തെ ഈ ടൂർ ഒരുക്കാൻ പറ്റി. പിന്നെ വേണു രാജാമണിക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കുറച്ചുകൂടെ പക്ഷെ കണ്ണീരോടല്ലേ ആ പുള്ളിയും പടിയിറങ്ങിയത്. CPM-നോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ നാളെ കണ്ണീരോടെ മടങ്ങേണ്ടി വരും. അല്ല, ഒരു പിന്നെ ആദർശശുദ്ധിയുള്ള നേതാക്കന്മാരെ CPM-ൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പുതിയ പ്രശ്നം. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതെ, എണ്ണി നോക്കൂ. കെ രാധാകൃഷ്ണൻ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. അദ്ദേഹം MP ആയിട്ട് പോവുകയാണ്. അല്ല, MP ആയിട്ട് പോയി, പക്ഷെ മന്ത്രി ആയിരുന്നപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവസാനം പോകുമ്പോഴത്തേക്ക് ഊരിന്റെയും കോളനിയുടെയും പേര് മാറ്റി ഉത്തരവിറക്കിയിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഈ പലരും CPM-നെ വിമർശിക്കുന്ന ആൾക്കാരും CPM-നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മരുമകനിലേക്ക് അധികാരം കൊണ്ടുപോകാൻ ക്രമേണ ശ്രമിക്കുന്നു. CPM-ന്റെ ഒരു സംഘടനാ സംവിധാനം വെച്ച് അത് അത്ര പോസിബിൾ അല്ല, അല്ലെങ്കിൽ എളുപ്പം നടക്കുന്ന കാര്യമല്ല. പക്ഷേ താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? അല്ല, ഇത് നടക്കുന്ന കാര്യമല്ല എങ്കിൽ പോലും ഇതിന് ന്യായീകരണം കണ്ടെത്താൻ കഴിയും. റിയാസിനേക്കാൾ മുമ്പേ മന്ത്രിയാവേണ്ടത് ഷംസീറായിരുന്നു. പിന്നെ ആരോഗ്യവകുപ്പ് ശൈലജ ഏൽപ്പിക്കാമായിരുന്നു ഒരു തവണയും കൂടെ. മാറ്റി ഇവരെ പല ആൾക്കാരെയും തിരിച്ചു കൊണ്ടുവന്നില്ല. പിന്നെ തോമസ് ഐസക്കും ജി സുധാകരനും മത്സരിച്ചില്ല. 2 ടൈം കംപ്ലീറ്റ് ചെയ്തവരാണ്. ആയിക്കോട്ടെ, പക്ഷെ പലർക്കും ഇളവ് കൊടുത്തിട്ടുണ്ടല്ലോ. അവർക്കാർക്കും ഇളവ് കൊടുത്തില്ല. ഇതെല്ലാം സ്വാഭാവികമായിട്ടും സംശയിക്കുന്നത് ജി സുധാകരൻ ആയിരുന്നു സഹകരണ മന്ത്രിയെങ്കിൽ കരുവന്നൂർ പോലൊരു സംഭവം ഉണ്ടാവില്ലായിരുന്നു. അതെ. അപ്പൊ ഇത് ഈ പിന്നെ തോമസ് ഐസക്കിന്റെ പല നയങ്ങളോടും നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും ജി സുധാകരനും തോമസ് ഐസക്കും ഒക്കെ വളരെ എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത മന്ത്രിമാരല്ലേ. കിഫ്ബിയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, മസാല ബോണ്ടിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവർ കാര്യങ്ങളൊക്കെ പക്ഷെ ജനകീയാസൂത്രണം ഐസക് അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പൊ ഒരു സംവിധാനം നിലയിൽ ജനകീയാസൂത്രണം കൊണ്ടുവന്നു, നമ്മൾ വിജയിപ്പിച്ചു. പക്ഷെ അത് നന്നായിട്ട് പിന്നീട് കൊണ്ടുപോകാൻ പിണറായിക്ക് കഴിഞ്ഞില്ല. 2 തവണ സർക്കാർ വന്നിട്ടും ജനകീയാസൂത്രണത്തിന് തുടർച്ച ഉണ്ടായില്ല. ഈ ഭയപ്പെടുത്തിയ ആളുകളെ കൂടെ നിർത്തുന്ന ഒരു സംവിധാനത്തിൽ പാർട്ടി അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതെ, അതുകൊണ്ടാണല്ലോ ഈ സംസാരിക്കുന്ന അല്ലെങ്കിൽ അഭിപ്രായമുള്ളവർ മുഴുവൻ CPM-ൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാവുന്നു. അപ്പൊ ഈ സ്ത്രീ വിഷയവും പാർട്ടിയിലെ മൂല്യച്യുതിക്കും എതിരെ പ്രതികരിച്ചപ്പോഴാണ് CKP പത്മനാഭൻ പുറത്തു പോകേണ്ടി വന്നത്. അന്ന് പുറത്താക്കിയ ആൾക്കാർ PV കുഞ്ഞിക്കണ്ണൻ, CKP ആ ഇതിലുണ്ടായിരുന്നാണ് കുറെ പേര്, CAT നേതാവായിരുന്ന കണ്ണൻ വരെ പല ആൾക്കാരും. ഇപ്പൊ KN രവീന്ദ്രനാഥ് എവിടെ? കാണാനില്ല. ചന്ദ്രൻപിള്ള ട്രിഡയുടെ ചെയർമാൻ സ്ഥാനം കൊടുത്ത് ഒതുക്കി. ട്രിഡയല്ല, കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ. അപ്പൊ ഇത് ഇപ്പൊ ആകെ ഒരു ഇത് വന്നത് ഇപ്പൊ CS സുജാതയെ തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് ശേഷം കുറേയധികം തിരുത്തൽ നടപടികളും ചർച്ചകളും ഒക്കെ കുറേയധികം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും മേൽത്തട്ടിലെ റിപ്പോർട്ടുകൾ താഴോട്ടൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ശരിക്കും എന്തെങ്കിലും ഗുണപരമായ മാറ്റം കൊണ്ടുവരുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട്? ഇദ്ദേഹം പിണറായിയെ കറക്റ്റ് ചെയ്യൽ എളുപ്പമല്ല. അദ്ദേഹം തിരുത്താൻ തയ്യാറല്ല. അല്ലെങ്കിൽ അദ്ദേഹം തയ്യാറാവണം സ്വയം. നിങ്ങൾ ആലോചിക്കണം, പിണറായി ഏത് കാര്യത്തിലാണ് പിണറായി അദ്ദേഹത്തിന്റെ ഒരു കറക്ഷൻ നടത്തിയിട്ടുള്ളത്? പിണറായി മോശക്കാരനാണെന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷെ പിണറായി എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെററാണ്, പേടിപ്പിച്ച് നിർത്തുക. ആരെ ആയാലും. അദ്ദേഹത്തെ വിമർശിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യം, ഈ എന്താ പറയുക, ആ വാക്ക് എൻ്റെ വാക്കല്ല, പക്ഷേ സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമായി ഭീരുവിൻ്റെ ഒരു രക്ഷാകവചമാണ് ഈ ക്രോധം
എന്നൊക്കെ പറയുന്നു. ശരിയാണോ? താങ്കൾക്ക് യോജിക്കുന്നുണ്ട്? അല്ല, എനിക്ക് അത് മാത്രമല്ല, അതിന്റെ ഭയപ്പെടാനുള്ളവരാണ്. മടിയിൽ കനമുണ്ട്. ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ വരദാചാരി എന്ന് പറയുന്ന ഫൈനാൻസ് സെക്രട്ടറി അന്ന് ഫയലിൽ നോട്ട് എഴുതി. അപ്പൊ ഇയാളുടെ തല കൊണ്ട് പരിശോധിക്കണമെന്നാണ് പിണറായി വിജയൻ അന്ന് അതിനകത്ത് മറുപടി നോട്ടിട്ടത്. വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോ പിണറായിയുടെ നടപടികളോട് യോജിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ടാണ് വി രാജഗോപാൽ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും ബെസ്റ്റ് ഓഫീസേഴ്സിൽ ഒരാൾ. പിന്നീട് അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. അത് ഇവിടുത്തെ IAS അസോസിയേഷൻ പോലും പിന്നീട് അത് കാര്യമായിട്ട് ചെയ്തില്ല, ഒന്നും ഫോളോ അപ്പ് ചെയ്തില്ല. കാരണം ഈ പിണറായി വിജയന്റെ നിരന്തരമുള്ള ഭീഷണിയും പീഡനമാണ് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന ആരോപണം ഉണ്ടായിരുന്നു. അതൊരു ആരോപണം മാത്രം, തെളിയിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. മിൽമയുടെ ചെയർമാനായിട്ടായാലും തൃശ്ശൂർ കളക്ടറായിട്ടായാലും KSEB ചെയർമാനായിട്ടായാലും ഒക്കെ ബെസ്റ്റ് പെർഫോം. മാത്രമല്ല ഫിനാൻസ് കാര്യങ്ങളിൽ വളരെ എക്സലന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ. ഇപ്പോൾ കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളൊക്കെ CPM-ന്റെ കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ പാർട്ടി ഫോറങ്ങളിൽ വന്ന കുറേയധികം നിർദ്ദേശങ്ങൾ വന്നിരുന്നു. പാർട്ടി തിരുത്തണം, പാർട്ടി ഇങ്ങനെയൊക്കെ പോയാൽ പറ്റില്ല. ഇതിലൊക്കെ എന്തൊക്കെ നടപടികൾ ഉണ്ടായി, അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും? താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, നമ്മളിത് നോക്കൂ. ഇപ്പൊ ഇത്രയും മുഖ്യമന്ത്രിയുടെ ഇത് തിരുത്തണമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അകമ്പടി ഏറ്റവും കൂടുതൽ വിമർശനം വന്നതാണ്. 40 വണ്ടിയും കമാൻഡോ ഫോഴ്സും പിന്നെ രക്ഷാസേനയും ജീവൻ രക്ഷാ പ്രവർത്തനം. എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ ഭരണത്തിന്റെ ഇതില് പ്രവൃത്തിയില് ഇനിയിപ്പോ എന്തോ പെൻഷൻ അനുവദിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. കുടിശ്ശിക പെൻഷൻ കുടിശ്ശിക തിരഞ്ഞെടുപ്പ് വരുന്നോണ്ടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൈസ കൊടുത്ത് തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പണി കിട്ടും. അപ്പൊ അധികാരം നിലനിർത്താനും വീണ്ടും ഒരു തുടർഭരണം എന്നുള്ള ഇതിലും മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ജില്ലാ സമ്മേളനങ്ങൾ നടന്നിരുന്നു. ആ ജില്ലാ സമ്മേളനങ്ങളിലും ഇതേപോലെ പാർട്ടി സംവിധാനത്തിലെ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും പാർട്ടിയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും നിരവധി വിമർശനങ്ങൾ വന്നിരുന്നു. അന്ന് ഈ പാർട്ടിയുടെ സംവിധാനത്തിലൂടെ മുഴുവൻ ഈ ഇസ്ലാമിക ഭീകരർ കയറി വരുന്നതും അവർ വളരെ കൂളായിട്ട് അധികാരത്തിന്റെ ഇതിലേക്ക് വരുന്നതും ഒക്കെ പിടിച്ചു പറഞ്ഞിരുന്നു. എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയി. ഇവിടെ നടന്ന വിളപ്പിൽശാല നടന്ന സമ്മേളനത്തിലും ഇത് അതിശക്തമായിട്ട് ഉന്നയിക്കപ്പെട്ടു. പക്ഷെ CPM-ന്റെ ഔദ്യോഗിക സംവിധാനം മുഴുവൻ ഈ തരത്തിലുള്ള ഫണ്ടമെന്റലിസ്റ്റുകൾ കൈയടക്കുന്നു എന്നുള്ള ആരോപണം ശക്തമാണ് പാർട്ടിക്കകത്ത്. അതിലൊന്നും ഒരു നടപടിയില്ല. ഇദ്ദേഹം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പാർട്ടി ഘടകങ്ങളെല്ലാം അദ്ദേഹത്തിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കുറേയധികം ആൾക്കാരെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ല, ചില ആൾക്കാര് ഇപ്പൊ KT ജലീൽ അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് നിന്നത്. പക്ഷെ പിണറായിക്ക് വേണ്ടിയാണ് എന്റെ ഏറ്റവും വലിയ മെഗഫോണായിട്ടാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കംപ്ലീറ്റ് പാർട്ടിയോട് അടുപ്പിക്കാൻ എന്നുള്ള ദൗത്യത്തിലാണ് പുള്ളി നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ പശ്ചാത്തലം അറിയാം. സിമിയുടെ പ്രവർത്തകനായിരുന്നു. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ട് എന്നാ മാറ്റി നിർത്തണ്ടേ? ഇത്തവണ മന്ത്രിയാക്കിയില്ല. ഇത്തവണ മന്ത്രിയാക്കാതിരിക്കാൻ കാരണം വരുവാനുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ട്. അതെ, ഒരു സംശയമില്ല. ഇല്ലെങ്കിൽ ഷംസീറിനല്ലേ കൊടുക്കേണ്ടിയിരുന്നത്. അദ്ദേഹത്തെ ഇപ്പൊ സ്പീക്കർ ആക്കിയിട്ടുണ്ട്. അതെ, ഓക്കെ. ഇനിയിപ്പോ ഒരു അധികാര കൈമാറ്റം എങ്ങോട്ടായിരിക്കും? അത് CPM-ന്റെ ഒരു സംഘടനാ സമ്പ്രദായം വഴി തന്നെ ആയിരിക്കുമോ പോകുന്നത്, അതോ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്തും? ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കണ്ടിട്ട് ഇനി മുഖ്യമന്ത്രിക്ക് ആ രീതിയിൽ അങ്ങ് മാറ്റാൻ പറ്റില്ല. അധികാരം മരുമകന് കൈമാറി കൂളായിട്ട് പോകാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ PSC കോഴ അതൊക്കെ വന്നതെന്ന് കേൾക്കുന്നു. ശരിയാണോ? അല്ല, ഈ തിരിച്ചടികൾ ഇപ്പൊ വന്നല്ലോ. തിരിച്ചടി വന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിഭയങ്കരമായ തിരിച്ചടി വന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ സ്ഥിതിക്ക് പോവാണെങ്കിൽ 18 സീറ്റിലേ ഇവർക്ക് കിട്ടുള്ളൂ. അല്ല, അതൊരു കണക്കാണ്. 18 സീറ്റൊന്നും അല്ല എന്തായാലും. പക്ഷേ
ഇന്നത്തെ രീതിയിൽ പോയാൽ പാർട്ടിക്ക് വേറെ ആൾക്കാരെ തേടേണ്ടി വരും എന്നുള്ള സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നുകൂടെ വ്യക്തമാക്കും. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പൊ 2 ടൈം ആവുന്നു, അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളോടിട്ട് അദ്ദേഹം മാറി നിൽക്കും. അത് കഴിഞ്ഞിട്ട് പകരക്കാരനായിട്ട് വേറൊരാളിനെ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതിനകത്തുനിന്നുള്ള ആരെങ്കിലും ഇപ്പൊ തന്നെ ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ഒരു ചേരി വളരെ ശക്തമായിട്ട് വേറെ വളരുന്നുണ്ട്. പക്ഷെ അവരാരും പരസ്യമായിട്ട് രംഗത്ത് വരുന്നില്ല. അത് CPM സംവിധാനത്തിൽ അങ്ങനെ എന്നാ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്? ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പല ആൾക്കാർ ഇപ്പോൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ വരുന്നുണ്ട്. പലർക്കും പേടിയാണ്. ഇപ്പൊ ജി സുധാകരനെ പോലെയുള്ളവർ അതൊരു ശക്തിയുക്തം ഒരു തുടക്കം കുറിച്ചു വെച്ചു. ഒറ്റപ്പെട്ട റിപ്പോർട്ടിംഗ് ഒക്കെ പലയിടത്തുനിന്നും വരുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ചലഞ്ച് ഒരിടത്തുനിന്നും വരുന്നില്ല. CPM-ന്റെ സംവിധാനത്തിൽ അത് നടക്കില്ല. അതായത് ഒളിവിൽ എവിടെയോ പിണറായിക്കെതിരെ ഒരു പടപാളയത്തിൽ സജീവമാകുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? അത് ശക്തമാണ്. ആരായിരിക്കും നേതാവ്? അല്ല, പലരും ഉണ്ടല്ലോ, ഒരുപാട് പേരുണ്ട്. ഒത്തിരി പേരുണ്ട്. MA ബേബി ഉണ്ട്, ഒരു കളക്റ്റീവ് ആക്ഷൻ. MA ബേബി ഉണ്ട്, തോമസ് ഐസക് ഉണ്ട്, ജി സുധാകരൻ ഉണ്ട്. ഇവരെല്ലാം ഒരു ഏകോപനമൊന്നും വന്നിട്ടില്ല. ഒളിഞ്ഞും തെളിഞ്ഞും എവിടേക്കും. എന്നാലും ഇവരെല്ലാവരും ഒറ്റപ്പെട്ട തുരുത്തുകളായിട്ടോ അല്ലെങ്കിൽ ഒരു ശൃംഖലയായിട്ടോ കേരളത്തിലുടനീളം ഒറ്റപ്പെട്ട ചെറു സംഘങ്ങൾ പിണറായിക്കെതിരെ ഇന്ന് സജീവവും ശക്തവുമാണ്. ഈ കണ്ണൂർ ലോബിയെ അങ്ങ് തള്ളാൻ പറ്റുമോ? കണ്ണൂർ ലോബി അവിടെയും ഒരു അല്ല, കണ്ണൂർ ലോബിയിൽ സ്പ്ലിറ്റ് ഉണ്ടല്ലോ. 3 ജയരാജന്മാരും 3 വഴിക്കായി. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടുന്ന് ഒരു ബദൽ വരില്ല. അവിടെ ആകെയുള്ള ഒരു സാധ്യത ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി മാത്രമാണ്, ശ്രീ ഗോവിന്ദൻ. പക്ഷെ ഗോവിന്ദന്റെ പ്രശ്നം, ഗോവിന്ദനെ നമ്മൾ കുറച്ചുകൂടെ പ്രതീക്ഷയോടെയാണ് അന്ന് മാധ്യമങ്ങളൊക്കെ കണ്ടിരുന്നത്. കുറച്ചുകൂടെ ശക്തമായ നിലപാടെടുത്ത് പിന്നെ ഈ ഭരണത്തെ ഒന്ന് റെയിലിൽ കയറ്റിക്കൊണ്ട് പോകും. താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ്? അദ്ദേഹം കുറച്ചുകൂടെ അഗ്രസീവ് ആവേണ്ടിയിരുന്നു. കാര്യം ആദ്യം വന്ന സമയത്ത് PSC-യുടെ നിയമനത്തിന്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം നിലപാടെടുത്തു. പക്ഷെ പിന്നീടൊന്നും സർക്കാരിനെതിരെ ഒരു വിധേയപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ ജനവികാരം അറിയുമായിരുന്നെങ്കിൽ കേരളത്തിനെതിരെ അദ്ദേഹം നിലപാടെടുക്കുമായിരുന്നു. പാർട്ടി അതിനോടൊപ്പം നിന്നു. പാർട്ടിയുടെ ഭരണത്തിന്റെ നേതാക്കന്മാർ പറയുന്നതിനൊപ്പം ഇദ്ദേഹം അപ്പം വെക്കാൻ നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അതിന് പകരം CPM-ൽ എല്ലാ കാലത്തും പാർട്ടി സെക്രട്ടറി എന്നല്ല. ഇപ്പൊ VS-ന് ഒരു കൊച്ചുവലം കിട്ടിയിരുന്നു. VS-നെ അനങ്ങാൻ സമ്മതിച്ചില്ലല്ലോ. അന്ന് പിണറായിയാണ് സംസ്ഥാന സെക്രട്ടറി. VS-ന്റെ പേഴ്സണൽ സ്റ്റാഫിനെ പോലും മര്യാദയ്ക്ക് വെക്കാൻ സമ്മതിച്ചിട്ടില്ല. എല്ലാം ഔദ്യോഗിക പക്ഷത്തിന്റെ ആൾക്കാരായിരുന്നു. എന്നിട്ട് VS-നെ ശരിക്കും ആനയെ മെരുക്കുന്ന മാതിരി മെരുക്കുമായിരുന്നു. പക്ഷെ അവിടെ VS-ന്റെ പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷത്തിന്റെ ആളായിട്ടാണ് സുരേഷിനെയൊക്കെ അങ്ങോട്ട് വിട്ടത്. പക്ഷെ അവിടെ എത്തിയതിനു ശേഷം VS-ന്റെ ആളായി മാറി. അതെ, പക്ഷെ VS കുറച്ചുകൂടെ ആക്ട് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് ആർക്കും, ഈ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നവർക്കാർക്കും ഇദ്ദേഹത്തിനെതിരെ പരസ്യമായിട്ട് വരാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഭയമാണ്. ഉറപ്പായിട്ടും. കാര്യം VS പോലും അന്ന് ചെയ്ത, എനിക്ക് തോന്നുന്നത് TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമയെ കാണാൻ പോയിട്ട് അവരുടെ കൈ പിടിച്ചിട്ട് ആ കണ്ണീരോടുകൂടി അവരുടെ കണ്ണ് കണ്ണട ചരിഞ്ഞു നിന്ന ഒരു ഫ്രെയിം ഉണ്ട്, ഒന്നാം പേജ് ചിത്രം. ഒരുപക്ഷെ ഞാൻ കാണുന്ന VS എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും ആ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതികരണം അതായിരുന്നു. പിണറായി വിജയന്റെ കാരണത്ത് കൊടുത്ത അടിയാണത്. കാരണം ആ ദിവസങ്ങളിൽ തന്നെയാണ് TP ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് പിണറായി വിളിച്ചത്. എന്നാൽ CKP പത്മനാഭൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മരണത്തിന് ശേഷവും ആ പ്രയോഗം ആവർത്തിക്കുക, കുലംകുത്തി എന്നുള്ള പ്രയോഗം ആവർത്തിച്ചു. എന്നാൽ CKP ഇക്കാര്യം പറയുന്നു. CKP പത്മനാഭൻ പറഞ്ഞു, ഈ ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത് കാരണം ചന്ദ്രശേഖരൻ ഒരു പ്രസ്ഥാനമായിട്ട് മാറി. അദ്ദേഹം കൂടുതൽ പാർട്ടികൾ ശക്തനായ നേതാവായിട്ട് മാറി. പിന്നെ മാത്രമല്ല RMP കൂടുതൽ വളരുക, RMP വളർന്നു. ഇവര് UDF-ന്റെ പിന്തുണയോടെയാണെങ്കിൽ പോലും വളർന്നു. KK രമ നിയമസഭയിൽ എത്തി. KK രമയെ ഫേസ് ചെയ്യാനൊന്നും പിണറായിക്ക് പറ്റുന്നില്ല. സഭയിൽ അദ്ദേഹം വരുന്നില്ല, മറുപടി പറയേണ്ട ദിവസം. എന്നിട്ടാണ് ഈ സ്പീക്കർ നമ്മുടെ മുഴുവൻ സഭാ പാരമ്പര്യത്തിനും എതിരായിട്ട് സ്പീക്കർ അതിന് മറുപടി പറഞ്ഞത്. ഇപ്പൊ താങ്കളുടെ വാക്കുകളുടെ ടെക്നച്ചുരുക്കം എടുക്കുകയാണെങ്കിൽ CPM ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ 2 ടേം പൂർത്തിയാകുന്നതോടുകൂടി അദ്ദേഹം മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം അനിവാര്യമായി മാറും. മരുമകനെ കൊണ്ടുവരാൻ ഈ പറയുന്നത് പോലെ പെട്ടെന്ന് ടെക്നിക്കലി പോസിബിൾ അല്ല, CPM-ന്റെ ഒരു സംഘടനാ സംവിധാനം വെച്ചുകൊണ്ട്. പിന്നെ ഒരു 3-ാം ചേരി എന്ന് പറയാൻ ആരൊക്കെയോ എവിടേക്കോ ഒറ്റപ്പെട്ട തുരുത്തുകളായി ഒറ്റപ്പെട്ടോ കൂട്ടായൊക്കെ നിൽക്കുന്നു. ഇനി അടുത്തൊരു മുഖ്യമന്ത്രിയായി CPM-ന് താങ്കൾ കണക്ക് കൂട്ടുന്നത് ആരായിരിക്കും?
ഇനിയൊരു CPM ഒരു അധികാരം ഉണ്ടാകുമോ എന്നുള്ളതും കൂടെ പറഞ്ഞിട്ട് വേണം അല്ല, പറയാൻ. അധികാരം എനിക്ക് പിന്നെ ഈ പാർലമെന്റിന്റെ തെരഞ്ഞെടുപ്പ് ഒരു പിണറായി ഹാട്രിക്. പക്ഷെ പിണറായി ശ്രമിക്കുന്നത് പിണറായി ഹാട്രിക്കിന് വേണ്ടിയാണ്. ശരി. എന്നിട്ട് അദ്ദേഹം യുവജന പ്രാതിനിധ്യം കണക്കാക്കി മരുമകനിലേക്ക് കിരീടം കൈമാറി. അതിന് ഉറപ്പായി എതിർപ്പുണ്ടാവും പാർട്ടിക്ക്. അല്ല, അത് അങ്ങനെ വന്നാൽ CPM പിളരും. അതായത് മുഖ്യമന്ത്രി മരുമകനെ അദ്ദേഹത്തിന്റെ മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ചാൽ CPM പിളരും, ഉറപ്പാണ്. അത് പിന്നെ CPM-ന്റെ താഴെ തട്ടിൽ മുതലുള്ള അണികൾ സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരു രണ്ട് ചേരി സ്വാഭാവികം, ഉറപ്പല്ലേ. കാര്യം മുതിർന്ന ആൾക്കാർ എത്ര പേര് പുറത്ത് നിൽക്കും. ഒരു ചേരിയുടെ തലപ്പത്ത് പിണറായി വിജയൻ, മറുചേരി ആര് നയിക്കും? എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ നിന്ന് തന്നെ ശൈലജയെ പോലുള്ള ആരെങ്കിലും വരും, ഒരു വനിത. ശൈലജ പൊട്ടൻഷ്യൽ കണ്ടന്റർ ആയതുകൊണ്ടാണ് പിണറായി ശൈലജയെ വെട്ടി ഒതുക്കിയത്. ഇത് വേറൊരു പാർട്ടിയിൽ ഇത് ചെയ്യില്ല. കണ്ണൂരിൽ നിന്ന് തന്നെ രണ്ട് സമാന്തര സംവിധാനങ്ങൾ ഉണ്ടാവും. അപ്പൊ ഏതായാലും ഒരുപക്ഷെ ഇപ്പൊ P. ജയരാജൻ അപ് ടു ആൻ എക്സ്റ്റന്റ് പിണറായിയുടെ പ്രതിപക്ഷ നേതാവായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിണറായി വേഴ്സസ് PJ എന്നുള്ളൊരു ഫോർമുല ആവോ? അതെ, അതിന് സാധ്യതയുണ്ട്, വളരെ കൂടുതൽ സാധ്യതയുണ്ട്. മറ്റ് നേതാക്കന്മാരെല്ലാം PJയോടൊപ്പം അണിചേരും ഉറപ്പായിട്ടും. കാര്യം ഇത് പ്രതിരോധിക്കാതിരിക്കാൻ കഴിയില്ല. പിണറായിയുടെ തേരോട്ടം തടഞ്ഞേ പറ്റൂ. അല്ല, അതില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം സത്യത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതുവരെയുള്ള ചരിത്രത്തിനും പാരമ്പര്യത്തിനും അനുസൃതമായ രീതിയിലല്ല അദ്ദേഹം മരുമകനെ വളർത്താൻ നോക്കുന്നത്. ഈ മന്ത്രിസഭയിലെ ഏറ്റവും ക്രീം വകുപ്പുകളാണ് അദ്ദേഹം കൊടുത്തത്, ടൂറിസവും PWD-യും. അതെ. അതേസമയം K. രാധാകൃഷ്ണനെ പോലുള്ള ആളിന് പട്ടികജാതിയും ദിവസവും കൊടുത്തു, ദുർബലമായ വകുപ്പ്. ഇതെല്ലാം ജനങ്ങളെ പോലെ പാർട്ടി നേതാക്കന്മാരും കാണുന്നുണ്ട്, അവർക്കും അറിയാം. അവരെ അറിയണ്ടേ? പാർട്ടിയിൽ ഇതിനൊരു കറക്ഷൻ. ഇപ്പൊ ഇത്തവണയും പിന്നെ രാധാകൃഷ്ണൻ പോയതിന് പകരം കേളുവിനെ കൊണ്ടുവന്നു എന്നുള്ളത് ഒഴിച്ചാൽ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിലയിരുത്തലും ഒരു മാറ്റവും വന്നില്ലല്ലോ. കാര്യമായ ഒരു മാറ്റം ഉണ്ടാവില്ല, ഒരു മാറ്റവും വന്നില്ല. അല്ല, ഇതേ അവസ്ഥയിൽ കൂടെ തന്നെയാണ് CPI പോകുന്നത്. പക്ഷെ ഇപ്പൊ ഇതിനൊക്കെ മുന്നേ ഇനി അടുത്ത് ആസനമായി ഇരിക്കുന്നത് രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളാണ്. നിയമസഭയിലേക്ക് രണ്ട് ഉപതെരഞ്ഞെടുപ്പ്, അതേപോലെ തന്നെ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്കും പാർലമെന്റിലേക്കും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പൊ അതിൽ CPM-ന്റെ വിധി എന്തായിരിക്കും എന്നുള്ളത് പിണറായിയുടെയും വിധിയെ തീരുമാനിക്കും എന്ന് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ, പക്ഷെ പിണറായി ഇപ്പൊ അധികാരം വിട്ടൊഴിയാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ സാധ്യതയില്ല, ഒരു സാധ്യതയും കാണുന്നില്ല. പക്ഷേ പാർട്ടിയില് പിന്നെ പിണറായിയുടെ സെറ്റപ്പ് ഉപ്പുവലം പോലെ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. അധികാരത്തിൽ നിന്ന് പിണറായി ഇറങ്ങിയാൽ ഒന്നുമല്ലാതായി പോകും. പിണറായിയുടെ അവസ്ഥ വളരെ മോശമായിരിക്കും. അത് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹം തിരിച്ചറിയുന്നതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പം ശ്രമിക്കുന്നത് മുഴുവൻ പ്രതിച്ഛായ മെച്ചപ്പെടുത്തി എങ്ങനെയെങ്കിലും ഒരു മൂന്നാമത്തെ ടേം. പക്ഷെ ഈ മൂന്നാം ടേം വരികയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി കോൺഗ്രസ് UDF-നായിരിക്കും. അവരോട് വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. അല്ല, അവരാണ് ഇപ്പം ഈ പോരാട്ടം, ഈ ചേരിപ്പോര്, ഈ അധികാരത്തിന് വേണ്ടിയുള്ള അമിതമായ ഭ്രമം, അത് UDF-നെ ക്ഷയിപ്പിക്കും. അല്ലെ, എങ്ങനെ അവരൊരു പൊട്ടൻഷ്യൽ ഫോഴ്സ് ആയിട്ട് ഇവരെ എങ്ങനെ നേരിടും? അപ്പൊ ഏതായാലും തെരഞ്ഞെടുപ്പുകൾ ആസന്നമായിരിക്കുന്നു. അധികം വൈകാതെ അതിൻ്റെ ഒരു ചൂടിലേക്ക് സംസ്ഥാനം കടക്കും. വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് CPM-ൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം. നന്ദി.